ഒരു ലെറ്റർ വായിക്കാനുള്ള സ്വാതന്ത്ര്യം ഗാന്ധിജി നേടിത്തന്നില്ല കർത്താവേ. എന്റെ ജീവന്റെ ജീവനായ ജാക്കി ചാൻ. ജാക്കി ചാൻ, ഞാൻ അവിടെ വരുമ്പോ അടുപ്പം കാണിക്കാത്തോണ്ട് എന്നോട് പിണക്കമാണോ? നമ്മൾ കൂടുതൽ സംസാരിക്കും സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്താൽ എല്ലാവർക്കും സംശയം തോന്നും. അതുകൊണ്ട് സ്നേഹം തൽക്കാലം മനസ്സിൽ മാത്രം മതി. മതി മതി. ജാക്കി ചാൻ സുന്ദരനാണ് കേട്ടോ. ജാക്കി ചായന്റെ അത്രയും സൗന്ദര്യം എനിക്കില്ലെന്നറിയാം. പക്ഷേ എന്റെ കൂട്ടുകാരി സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ കുറെ മരുന്നുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വാങ്ങാൻ എന്റെ കയ്യിൽ കാശില്ല. ജാക്കി ചായൻ വാങ്ങിത്തരുമെന്ന വിശ്വാസത്തോടെ ലിസ്റ്റ് ഞാൻ എഴുതുന്നു. മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ 5 കിലോ ഉഴുന്നുപരിപ്പ്, മേനി അഴക് വർദ്ധിപ്പിക്കാൻ 2 കിലോ കടല, തലമുടി വളരാൻ 1 ടിൻ ശുദ്ധമായ വെളിച്ചെണ്ണ, കൺതടത്തിലെ കറുപ്പ് മാറ്റാൻ 1 കിലോ ഉരുളക്കിഴങ്ങ്. അവിടെ കറുപ്പില്ലല്ലോ. കൈമുട്ടിലെ കറുപ്പ് മാറ്റാൻ പൊറോട്ട മാവ് തന്നെ വേണം. കള്ളി, അപ്പൊ ടോട്ടൽ ബ്ലാക്ക് ആണല്ലേ? പിന്നൊരു കാര്യം മറന്നു. അടുത്ത ആഴ്ച എന്റെ പിറന്നാളാണ്. എനിക്ക് 1 പവന്റെ മാല വാങ്ങിത്തരും എന്ന വിശ്വാസത്തോടെ ജാക്കി ചായന്റെ സ്വന്തം ഉമ്മ. ഇതിനെല്ലാത്തിനും കൂടി 5000 രൂപയെങ്കിലും വേണ്ടി വരും. എന്റെ കർത്താവേ, പ്രേമത്തിനൊക്കെ ഇപ്പൊ ഇത്ര വിലയുണ്ടോ? മണ്ടരിക്കത് ഏതടിക്കാനാണ്? സുന്ദരാ, എടാ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. കീടമെന്ന് വിളിക്കണോ? പേര് വിളിച്ചപ്പോഴേ മനസ്സിലായി ഉപകാരത്തിനാണെന്ന്. നേരത്തെ കയ്യെടുത്തിട്ട് കാര്യം പറയടാ. എനിക്കൊരു 5000 തരും. 5000 രൂപ എന്തിന്? അത് എനിക്ക് ഭയങ്കര വയറുവേദന. ഡോക്ടറെ കാണണം, മരുന്ന് മേടിക്കണം, ഇഞ്ചക്ഷൻ ചെയ്യണം, സ്കാൻ ചെയ്യണം. 5000 രൂപ മതിയാ? പോരാ, എന്നാലും തൽക്കാലം എന്റെ ഇത്രേ ഉള്ളൂ. താങ്ക്സ് എന്നും പറഞ്ഞ് ഞാൻ നിനക്ക് തന്ന ഈ കീടനാശിനി അടിച്ച് ഞാൻ ചാകേണ്ടി വരും. പോടാ. അപ്പൊ നീ എനിക്ക് തരൂലേ? തരികേല. ഉറപ്പാണ്? ഉറപ്പ്. പോടാ പട്ടി, പോടാ പട്ടീന്ന്. എടാ സൈഫു, നിന്റെ അടുത്ത് കാശൊന്നുമില്ലെന്ന് എനിക്കറിയാം. കാശിലി തരാൻ വന്നാണോ? അതല്ല, നിന്റെ ഈ മാല ഒരാഴ്ചത്തേക്ക് എനിക്കൊന്ന് മറിക്കാൻ തരാമോ? ആഹാ, എടാ ഇങ്ങനെയൊക്കെയല്ലേ കൂട്ടുകാരെ സഹായിക്കാൻ പറ്റുള്ളൂ. എന്നാ വെച്ചോ. താങ്ക്സ്. എടാ, ഇത് പണയം വെച്ച 5000 രൂപ കിട്ടോ? അതെനിക്കറിയില്ല, ഞാൻ 15 രൂപയ്ക്ക് വാങ്ങിച്ചതാ. 15000 രൂപയ്ക്ക്? വെറും 15 രൂപയ്ക്ക്. ദിസ് ഈസ് റോൾഡ് ഗോൾഡ്. ദരിദ്രവാസി, പണയം വെക്കാൻ ഒരു മാല പോലും ഇല്ലാത്ത തെണ്ടി. നീയൊക്കെ എന്തിനാണ് ഇവിടെ വസിക്കുന്നത്? നിനക്കൊന്നും ഒരു കാലത്ത് ജോലി ശരിയാവില്ലടാ. ഇങ്ങോട്ടിരിക്കേ. എന്താ കാര്യം? ആശാനെ, എനിക്കൊരു 5000 രൂപ വേണം. എന്തിന്? അമേരിക്കക്ക് പോണോ? അല്ല, അമ്മക്ക് സുഖമില്ല. എത്ര വയസ്സായി? അമ്മക്ക് 40, 45. ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യും. 50. അമ്മക്ക് സുഖമില്ല, 5000 രൂപ വേണം. ഓഹോ ബ്രദർ, ഇതുപോലുള്ള അത്യാവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ പരസ്പരം കൊടുത്തും വാങ്ങിയുമാണ് ഇതുവരെ ജീവിച്ചിട്ടുള്ളത്. ഞാൻ കൊടുക്കാം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ വേണ്ട, ഞാൻ കൊടുക്കാം. 5000 രൂപ. പെറ്റമ്മയുടെ പേര് കള്ളം പറഞ്ഞ് കാശ് പിരിക്കാൻ നടക്കുന്നതാ തെണ്ടി. കാശില്ലെങ്കിൽ അത് പറഞ്ഞ പോലെ എന്തിനാ തല്ലിയത്? നോക്കിക്കോ, നിങ്ങളുടെ ഒന്ന് സഹായം ഇല്ലാണ്ട് ഞാൻ കാശുണ്ടാക്കും. എങ്ങനെ? അന്തസ്സായിട്ട് തെണ്ടും. അവൻ പറഞ്ഞത് കേട്ടോടാ, അവൻ നമ്മളെ പോലെ ജീവിക്കുമെന്ന്. അതിനിത്തിരി പുളിക്കും. ബ്രദേഴ്സ്, റിലാക്സ്. ഇങ്ങോട്ട് മാറിയില്ലെങ്കിൽ എങ്ങോട്ടാണേ? എവിടെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങി അപ്പ കളവൻ പുറയുന്നു വിളിക്കും. വെറുതെ അല്ലേ ഇയാൾ ഗതി പിടിക്കാത്തത്? ഇതുപോലെ തന്നെ തിരിച്ചു പോരണേ. അപ്പന്റെ കത്തേറ്റു. ശമ്പളം മേടിക്കാൻ നിനക്കൊക്കെ എന്നാ എടാ ഉത്തരവാദിത്തം വേണടാ. ആ വെളിച്ചെടുത്ത് മാറ്റി വെച്ചേ. ചേട്ടോയ്, ചേട്ടാ, എന്താ ഇവിടെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? തന്റെ കണ്ണിലെന്താ മത്തം വല്ലതും മുളച്ചിട്ടോ? അല്ല, എനിക്ക് ഒരുപാട് സാധനങ്ങൾ വേണമായിരുന്നു, അതുകൊണ്ടാ. തനിക്ക് എന്ത് സാധന വേണ്ടേ? ഈ ലേഡീസിന് പറ്റിയ വല്ല ഐറ്റംസ്. അത് ശരി. ഓ, അങ്ങനെ വരട്ടെ. ഇതെന്താണ്? പഞ്ഞി ബിസ്ക്കറ്റ്? ഇതെന്താണ്? ഇതല്ല. പിന്നെ തനിക്ക് എന്താ വേണ്ടേ? ഇതെനിക്ക് വേണ്ട, ഇതവിടെ ചെക്ക്. പിന്നെ എന്താ വേണ്ടെന്ന് വെച്ചാ പറ. മുഖസൗന്ദര്യം. മുഖസൗന്ദര്യം? അല്ല, ഈ മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാൻ 5 കിലോ പൊറോട്ട മാവ്. പൊറോട്ട മാവോ? 2 കിലോ ഉഴുന്നുപരിപ്പ്. എന്ത് പരിപ്പാ? 3 കിലോ കടല. താൻ ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യടോ. ചേട്ടൻ 3 എടുത്തോ, വെറുതെ ചൂടാവേണ്ട കാര്യമില്ലല്ലോ. ഇത് മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കും. മുഖത്തിന്റെ ഷേപ്പ് മാറും. ഈ മാലക്ക് എന്താ വില? 500 rupees. 500. 3 അല്ല, 1 500 rupees. ഇപ്പോഴല്ല 500 രൂപ പറഞ്ഞത്, പിന്നെ 1500 1500 രൂപ പറഞ്ഞെന്താ? എന്നെ കണ്ട യൂറോപ്പിലാണ് തോന്നുമെങ്കിലും ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ജനിച്ചു വന്ന ആളാണ്. ആക്കല്ലേ? No sir, one chain 500 rupees. ആഹാ, 1 chain 500 rupees. ഏതാ അത്? This one. പാക്ക് ചെയ്യണ്ട, അവിടെ വെച്ച് അവിടെ തന്നെ.
sir. അത് അവിടെ തന്നെ വെച്ചേക്ക് നല്ല ഭംഗിയല്ലേ കാണാൻ. പിന്നെ നീ ഭംഗിയുള്ള സാധനങ്ങൾ വേറെ ഏതുണ്ടാവും? नीचे 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 देखो. കർത്താവിന്റെ പൊറോട്ട മാവാണ്. ഇതിന് കിത്തിന രൂപ ഹേ ഇതിനൊക്കെ सब अलग अलग प्राइस है ना साहब. सब अलग अलग प्राइस है. ഒറ്റ ഇലക്കിന് പോവും. ഓ ये दिलवाले 700 रुपीस. ഇതിൽ വേറെ 700. Yeah. ഇത് ये दुल्हनिया 800. അപ്പൊ ഇതോ ലേ ജായെങ്കിൽ ഷുവർ അല്ലേ? കോൺഫിഡന്റ്? सर ആ ये ले लो, खूबसूरत है साहब. ലേലം വിളിച്ചതൊക്കെ ഇവിടെ കൊടുത്താൽ മതി, എനിക്ക് വേണ്ട. ചേട്ടാ ചേട്ടാ ഇവിടെ ആ എന്തായി? അയാള് പറഞ്ഞ മനസ്സിലായ? ഇഞ്ചടെ ഇറക്കാ? മനസ്സിലായില്ലല്ലേ? ഇല്ല. അത് നല്ലതാണ് മേടിച്ചോളാൻ. ആണാ? അനിയാ കുറച്ച് ഹിന്ദി സംസാരിക്കാൻ അറിയാന്ന് പറഞ്ഞ് ഷൈൻ ചെയ്യല്ലേ? ദേ എനിക്കും കുറച്ച് ഹിന്ദിയൊക്കെ അറിയാം. ഞാനും കുറെ കാലം മദ്രാസിൽ ഉണ്ടായിരുന്നു. അറിവ് കേട്ട മുണ്ടം. ഏക്കാ झुमका. ചുമക്കാനാ? അത് പുറകിലേക്കിനോട് പറഞ്ഞാൽ മതി. Yes sir. ഇതിനെത്ര വില? 100 रुपीस sir. 100. सर ये देखो अच्छा है. സർ ആ പെർഫ്യൂം എടുത്തേ. അത് ലാസ്റ്റ് വൺ. അതെ ഉം. ഞാൻ കണ്ട് എന്ത്? മറ്റത് സിബിത്താണല്ല. അതിൽ വാലെ മാല ഉം. ചേട്ടൻ ഇങ്ങനെ ദുൽഹാനിയായിട്ട് പോക്കറ്റിലേക്ക് ലേജായെങ്കിയത്. പേടിക്കണ്ട, ഞാൻ പറയില്ല. അതുപോലൊരു മാല എനിക്കും കൂടി ലേജായെങ്കിൽ. അതുപോലത്തെ ഒരു മാല എന്തിനാ? ഇത് തന്നെ വെച്ചോ, ഞാൻ വേറെ എടുത്തോളാം. പോക്കറ്റ് വെച്ചോ. ആ നീ കാശും തരണ്ട, നന്നായിട്ട് പൊടിച്ചോ. ആ കള്ളൻ 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 ഓടി വാ. ക്യാ ഹുവാ? കേറാ വാദം എല്ലോടും നോക്കിക്കടാ. കാശ് പോക്കറ്റിലൊന്നുമില്ല, അവന്റെ പോക്കറ്റ് നോക്കി. ഒരു മിനിറ്റ് നിർത്തി ഞാൻ നോക്കുന്നു. ഏതെടുത്താലും പത്രം സിസ്റ്റർ കസിൻ സിസ്റ്റേഴ്സ് ആർക്ക് വേണമെങ്കിൽ ഏതെടുത്താലും എനിക്ക് കൊടുത്താ ഒന്ന് മതിയാ? ആ ഏതെടുത്താൽ 20 രൂപ, ഏതെടുത്താൽ 20 രൂപ. നിന്നോട് നിൽക്കാനാ പറഞ്ഞു. ഞാൻ സ്വർണ്ണക്കടയിൽ നിന്ന് എടാ അവിടെ നിൽക്കണം. ഓടരുത്. നല്ല ഭംഗിയുള്ള സ്ഥലല്ലേ? നിന്നെ പോലെ. നമുക്ക് മുകളിലേക്ക് പോവാം. വാ. മിലി, മോൾ ഇവിടെ ഇരുന്നോ, ഞങ്ങൾ മേളിലുണ്ടാവും. ഈ കായലില് ഇന്ന് മുഴുവൻ നമുക്ക് ചുറ്റിക്കറങ്ങണം. തണുത്ത കാറ്റ്. നമുക്കിനി താഴേക്ക് പോലെ. മോളെ, മിലി,
മോളെന്തി? മിലി മോളെ കൂടുതൽ കേരള വാർത്തകൾ. ഒരു 8 വയസ്സുകാരന്റെ ആത്മധൈര്യം മിലി എന്ന കുട്ടിയുടെ ജീവൻ രക്ഷിച്ചു. കുമരകത്ത് വെച്ച് ഇന്ന് കാലത്ത് 10:30 സംഭവം. വിനോദ സവാരിക്കിടെ വ്യവസായ പ്രമുഖനായ ശ്രീ JB ദത്തന്റെയും ശ്രീമതി സുശീല ദത്തന്റെയും മകൾ മിലി ബോട്ടിൽ നിന്ന് വെള്ളത്തിൽ വീണ് ജീവൻ അപകടത്തിലായപ്പോൾ ജോജി എന്ന അനാഥ ബാലനാണ് രക്ഷകനായത്.